ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 3 നിറഭേദങ്ങൾ. വിഷുക്കണി. നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നു വരാറുള്ള വിവിധ ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ഓണം, വിഷു, ബക്രീദ്, ക്രിസ്മസ് ഇവയൊക്കെയാണല്ലേ. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് വിത്തിറക്കാനുള്ള ഒരുക്കം നടക്കുന്ന വേളയിലാണ് വിഷു. വിഷുവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചടങ്ങുകളുണ്ട്. വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷുക്കോടി തുടങ്ങിയവ അവയിൽ ചിലതാണ്. വിഷുവിന് പടക്കം പൊട്ടിക്കുക എന്നത് കുട്ടികളുടെ ഇഷ്ടവിനോദം കൂടിയാണ്. വിഷുക്കണി എന്ന പാഠഭാഗത്ത് പ്രശസ്ത കഥാകൃത്ത് MT വാസുദേവൻ നായർ തൻ്റെ കുട്ടിക്കാലത്ത് വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ അനുഭവങ്ങളും ആ കാലത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബാവസ്ഥയും കണ്ണാന്തളിപ്പൂക്കളുടെ കാലമെന്ന അനുഭവക്കുറിപ്പുകളുടെ സമാഹാരത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. MTയുടെ പടക്കം എന്ന ചെറുകഥയിലെ കുട്ടിയും താനും തമ്മിലുള്ള ആത്മബന്ധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. വിഷുക്കണി. ഓ, ഇന്ന് വിഷുവാണ്. എൻ്റെ പടക്കം എന്ന ചെറുകഥയിലെ കുട്ടി ഞാൻ തന്നെയാണ്. കുട്ടിക്കാലത്ത് പടക്കമെന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അന്ന് യുദ്ധമൊക്കെയാണ്. കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളിൽ മാത്രമേ പടക്കം കിട്ടുകയുള്ളൂ. അവയ്ക്ക് വലിയ വിലയുമാണ്. എൻ്റെ വലിയമ്മയുടെ മകൻ കോഴിക്കോട്ടു നിന്നും വരുമ്പോൾ ധാരാളം പടക്കം കൊണ്ടുവരും. ഞങ്ങൾ കുട്ടികൾ ചില സൂത്രങ്ങൾ കണ്ടുപിടിച്ചു. തീപ്പെട്ടിയിൽ നിന്ന് മരുന്നെടുത്ത് താക്കോലിൻ്റെ ദ്വാരത്തിനുള്ളിൽ വച്ചിട്ട് ഒരാണി ഉപയോഗിച്ച് വെടി പൊട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങളുടെ വീടുകളിലും ഇങ്ങനെ പടക്കം പൊട്ടിയിരുന്നു. കഥയിൽ പറയുന്നു, ഭഗവതിയുടെ കാശെടുത്തു എന്നും മറ്റും. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പഴയ ഒരു പാരമ്പര്യത്തിൽ ധാരാളം കൃഷിയും മറ്റുമുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ ബാല്യമായപ്പോൾ വസ്തുവകകളുടെ ഭാഗമൊക്കെ കഴിഞ്ഞിരുന്നു. അച്ഛൻ സിലോണിലായിരുന്നു. അവിടുന്ന് അയച്ചു തരുന്ന ചെറിയ തുക കൊണ്ട് വേണം എല്ലാവർക്കും കഴിയാൻ. ഞങ്ങൾ അമ്മയും 4 മക്കളും ചെറിയമ്മയും കുട്ടികളും. അതിൽ ചിലരൊക്കെ പഠിച്ചിരുന്നു. അങ്ങനെ വളരെ പരിമിതമായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് വിഷുക്കാലത്ത് പടക്കത്തിനൊരു പരിഗണനയും വീട്ടിലില്ലാതിരുന്നത്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലമായിരുന്നു കഥാകാരൻ്റെ കുട്ടിക്കാലം. അച്ഛൻ അയച്ചു കൊടുക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ പരിമിതമായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം വീട്ടിൽ കുട്ടികൾക്ക് ഭക്ഷണം നേരത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിനിടയിൽ 2 ഉറുപ്പികയുടെ പടക്കം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഒരുപക്ഷെ ഈ പ്രയാസങ്ങളുടെ ഇടയിൽ എപ്പോഴെങ്കിലും അമ്മ ഓർത്തിരിക്കാം, ഇതൊന്നും എൻ്റെ കുട്ടികൾ അറിയണ്ട എന്ന്. കുട്ടികൾക്ക് ആഹാരം തികയുന്നില്ല എന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ചോറ് വിളമ്പിക്കഴിഞ്ഞ് കുറച്ചേയുള്ളൂ, വയറു നിറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ ഒരുതരം നിസ്സഹായത അവിടെ ഉണ്ടായിരുന്നു. അതാരോടും പറയില്ല, ആരോടും പറഞ്ഞിട്ട് കാര്യവുമില്ല. കുട്ടികൾക്ക് പോലും വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ അക്കാലത്ത് സാധിച്ചിരുന്നില്ല. അത് അവരുടെ അമ്മയ്ക്കും അറിയുമായിരുന്നു. അമ്മയുടെ നിസ്സഹായ അവസ്ഥ അവരും കണ്ടിട്ടുണ്ട്. പക്ഷേ
ആരോടും പറയില്ല, ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിറന്നാളിന്റെ ഓർമ്മയിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. പിറന്നാളിന്റെ ഓർമ്മ എന്നത് അദ്ദേഹം എഴുതിയ മറ്റൊരു കഥയാണ്. ഇവനൊരു ചെറിയ കുട്ടിയല്ലേ, ഇവന്റെ പിറന്നാളിന് ഒരു സദ്യ വേണമെന്നൊന്നും അമ്മ ആലോചിച്ചിട്ടില്ല. അത്രയ്ക്ക് പ്രാരബ്ധങ്ങളുമായി കഴിഞ്ഞിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് പിറന്നാളില്ല, എന്റെ മകന് ഒരു വിഷുക്കൈനീട്ടം കൊടുത്തില്ല എന്നൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്റെ കുട്ടിക്കാലത്ത് വിഷുവിന്റെ സങ്കല്പമനുസരിച്ച് കൈനീട്ടം കൊടുക്കുക, കണിവെക്കുക ഇതൊക്കെ വളരെ അപൂർവമായിരുന്നു. ഒരു നിലവിളക്ക് മാത്രം, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. മുതിർന്നതിന് ശേഷം അടുത്ത തലമുറ വന്നപ്പോൾ കണിവച്ചു എന്നല്ലാതെ സമ്പൂർണ്ണ വിഷുക്കണി ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും വിഷുക്കൈനീട്ടം തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പ്രകൃതി ധാരാളം കണി തരുന്ന നാടാണ് എന്റേത്. അന്ന് പൂക്കളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പല വീടുകളിലേക്കും കൊന്നപ്പൂക്കൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ പറമ്പിൽ നിന്നുമായിരുന്നു. അക്കാലത്തെ ജീവിതം തന്നെ പ്രകൃതിയുമായി വളരെ ഇണങ്ങിയ രീതിയിലായിരുന്നു. അമ്മയോ ചെറിയമ്മയോ രാവിലെ തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ അന്നത്തെ കറിക്ക് ആവശ്യമായ ഒരു കായോ അല്ലെങ്കിൽ ഇലകളോ അവിടെ നിന്ന് സമാഹരിച്ചു കൊണ്ടുവരുമായിരുന്നു. അത്യാവശ്യത്തിനുള്ള മരുന്നുകളും നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശിക്ക് മുറിവിനൊരു പ്രത്യേക ചികിത്സയുണ്ടായിരുന്നു. അത് മൂപ്പത്തി ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പുറത്തൊക്കെ പോയിട്ട് വരുന്ന ആർക്കെങ്കിലും കയ്യിലോ കാലിലോ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇല കൊണ്ടുവന്നിട്ട് ഞെരടിയിട്ട് അതിൻ്റെ നീർ ഒഴിച്ചു കൊടുക്കും, മുറിവുണങ്ങാൻ വേണ്ടി. ഞാൻ മുതിർന്നതിനു ശേഷം നാട്ടിൽ പോകുമ്പോൾ മൂത്ത ജ്യേഷ്ഠൻ MT ഗോവിന്ദൻ നായർ കൈനീട്ടം തന്നുകൊണ്ടാണ് പഴയ വഴക്കം തുടങ്ങിയത്. മറ്റു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം എനിക്കും ഒരു വെള്ളി നാണയം തരും. ഞാനും ഒരു കുട്ടിയായി മാറും. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം, MT വാസുദേവൻ നായർ. വീട്ടിലെ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം പടക്കം വാങ്ങാൻ കഴിയാതിരുന്ന വിഷുക്കാലത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. പ്രകൃതിയുമായി ഏറ്റവും അടുത്തിണങ്ങിയ ഒരു ജീവിതമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. പിന്നെയോ പിറന്നാളുകൾക്കും ആഘോഷങ്ങൾക്കൊന്നും വേണ്ടത്ര പ്രാധാന്യമുണ്ടായിരുന്നില്ല. കഥാകാരൻ മുതിർന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന് വിഷുക്കൈനീട്ടം നൽകിയത്. കുട്ടികൾക്ക് നൽകുമ്പോൾ അദ്ദേഹത്തിനും നൽകുകയായിരുന്നു പതിവ്. അത് വാങ്ങുമ്പോൾ കഥാകാരനും ഒരു കുട്ടിയായി മാറുമെന്നാണ് പറയുന്നത്. നാം എത്ര മുതിർന്നാലും നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടാവും. കുട്ടിക്കാലത്ത് ലഭിക്കാത്ത പലതും പിന്നീട് ലഭിക്കുമ്പോൾ നമ്മിലെ കുട്ടിയാണ് സംതൃപ്തി കൊള്ളുന്നത് എന്ന് കഥാകാരൻ പറയുന്നു. വായിക്കാം, കണ്ടെത്താം. ഇങ്ങനെ ഞങ്ങളുടെ വീടുകളിലും പടക്കം പൊട്ടിയിരുന്നു. പടക്കം പൊട്ടിക്കാനുള്ള ആഗ്രഹം MT എങ്ങനെയാണ് നിറവേറ്റിയത്? എങ്ങനെയായിരുന്നു? തീപ്പെട്ടിയിൽ നിന്ന് മരുന്നെടുത്ത് താക്കോലിന്റെ ദ്വാരത്തിനുള്ളിൽ വച്ച് ആണി ഉപയോഗിച്ച് വെടിപൊട്ടിച്ചാണ് MT തന്റെ പടക്കം പൊട്ടിക്കാനുള്ള ആഗ്രഹം നിറവേറ്റിയത്. അക്കാലത്തെ വിഷു ആഘോഷത്തിന്റെ എന്തെല്ലാം സൂചനകളാണ് പാഠഭാഗത്തുള്ളത്? MTയുടെ കുട്ടിക്കാലത്ത് വിഷുക്കൈനീട്ടം കൊടുക്കുക, കണിവെക്കുക തുടങ്ങിയ ആചാരങ്ങളെല്ലാം അപൂർവമായിരുന്നു. ഒരു നിലവിളക്ക് മാത്രമാണ് കണിയായി വച്ചിരുന്നത്. വളരെ ബുദ്ധിമുട്ടേറിയ കാലമായിരുന്നതിനാൽ സമ്പൂർണ്ണ വിഷുക്കണി ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് MT അനുഭവിച്ച ദാരിദ്ര്യം എങ്ങനെയാണ് പാഠഭാഗത്ത് പ്രതിഫലിക്കുന്നത്? എന്താണ് പറയുന്നത്? അച്ഛൻ അയച്ചു കൊടുത്തിരുന്ന ചെറിയ തുക കൊണ്ടാണ് MTയുടെ വലിയ കുടുംബം കഴിഞ്ഞിരുന്നത്. ആഘോഷങ്ങൾക്കോ പിറന്നാളിനോ യാതൊരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് പോലും വയറു നിറയെ ആഹാരം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. അക്കാലത്തെ ജീവിതം തന്നെ പ്രകൃതിയുമായി വളരെ ഇണങ്ങിയ രീതിയിലായിരുന്നു. പ്രകൃതി മനുഷ്യന് തുണയാകുന്ന ഏതെല്ലാം സന്ദർഭങ്ങളാണ് MT ഓർമ്മിച്ചെടുക്കുന്നത്? എന്താണ്? വളരെയേറെ പ്രാരാബ്ധങ്ങളുള്ള കാലമായിരുന്നെങ്കിലും തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ അന്നത്തെ കറിക്ക് ആവശ്യമായ ഒരു കായോ
അല്ലെങ്കിൽ ഇലകളോ ലഭിക്കുമായിരുന്നു. കയ്യിലോ കാലിലോ മുറിവ് പറ്റിയാൽ അതുണങ്ങുന്നതിനുള്ള മരുന്നുചെടിയും അത്യാവശ്യത്തിനുള്ള മരുന്നുകളും പറമ്പിലുണ്ടായിരുന്നു. കഥാവിശകലനം. എം.ടിയുടെ ചില കഥകളെക്കുറിച്ചുള്ള സൂചനകൾ പാഠഭാഗത്തുണ്ടല്ലോ. ഏതൊക്കെ കഥകളെക്കുറിച്ചാണ്? പടക്കം എന്ന കഥയെക്കുറിച്ചും പിന്നെയോ പിറന്നാളിൻ്റെ ഓർമ്മ. അവ വായിച്ച് കഥാകാരന്റെ ജീവിതാനുഭവങ്ങൾ ചർച്ച ചെയ്യൂ. കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങൾ, വീട്ടിലെ സ്ഥിതിഗതികൾ തുടങ്ങിയവ ചർച്ചയിൽ ഉൾപ്പെടുത്തുമല്ലോ. ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പഴയ ഒരു പാരമ്പര്യത്തിൽ ധാരാളം കൃഷിയുള്ള കുടുംബമായിരുന്നു എം.ടിയുടേത്. കഥാകാരന്റെ ബാല്യത്തിൽ തന്നെ വസ്തുവകകളുടെ ഭാഗമൊക്കെ കഴിഞ്ഞിരുന്നു. സിലോണിൽ നിന്ന് അച്ഛൻ അയച്ചു കൊടുത്തിരുന്ന ചെറിയ തുക കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. കുടുംബത്തിലെ സ്ഥിതി വളരെ പരിമിതമായിരുന്നതിനാൽ എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം നേടിയിരുന്നില്ല. പിറന്നാളുകൾക്കും മറ്റാഘോഷങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. വിഷുവാകുമ്പോൾ പടക്കം പൊട്ടിക്കണമെന്നും പിറന്നാളിന് സദ്യ ഉണ്ണണമെന്നും ആഗ്രഹിച്ചിരുന്ന ഒരു ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ കുട്ടികൾക്ക് പോലും വയറു നിറയെ ആഹാരം കഴിക്കാൻ സാധിക്കാത്ത അത്ര പ്രാരബ്ധങ്ങൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു. പ്രകൃതിയുമായി വളരെ ഇണങ്ങിയ ജീവിത രീതിയാണ് അക്കാലത്തുണ്ടായിരുന്നത്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ചിലത് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. ബാല്യകാലത്ത് കിട്ടാതെ പോയ വിഷുക്കൈനീട്ടവും കണികാണലുമെല്ലാം മുതിർന്നതിനു ശേഷം പുതുതലമുറ വന്നപ്പോഴാണ് ഉണ്ടായത്. നാം എത്ര മുതിർന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ടാവും. കുട്ടിക്കാലത്ത് ലഭിക്കാത്ത പലതും പിന്നീട് ലഭിക്കുമ്പോൾ നമ്മിലെ കുട്ടിയാണ് സംതൃപ്തി കൊള്ളുന്നതെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.